നമ്മുടെ രാജ്യത്തെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ആവേശത്തിന്റെ സാഗരം തീർത്തുകൊണ്ടാണ് ഓരോ IPL സീസണുകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ IPL മാമാങ്കം ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആഹ്ലാദത്തോടെ ആസ്വദിക്കുമ്പോൾ ആ IPLന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ നമ്മുടെ ആ, സുഹൃത്തുക്കളിലേക്ക്, കേരളത്തിലെ കാഴ്ചാ പരിമിതരിലേക്ക് വിജ്ഞാനപ്രദമായി എത്തിക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യുവജന വിഭാഗം. നമുക്കറിയാം, KFB യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന IPL ക്യൂസ് മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് ആണ് ഇന്നിവിടെ നടക്കുന്നത്. കലാശ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യ 2 റൗണ്ടുകളിലായി വാശിയേറിയ മത്സരമാണ് നടന്നത്. നമ്മുടെ ഈ ക്യൂസ് മത്സരത്തിൽ 20ഓളം മത്സരാർത്ഥികൾ മാറ്റുരക്കുകയും അതിൽ നിന്ന് 8 പേരാണ് ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിട്ടുള്ളത്. ആവേശകരമായിട്ടുള്ള ഫൈനൽ മത്സരം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. ഈ പരിപാടിക്ക് ഉദ്ഘാടകനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ ആവേശമായി മാറിയ, ഫീൽഡിങ്ങിൽ തന്ത്രപരമായ ഇടപെടൽ കൊണ്ട് ടീമിന്റെ വിജയം ഉറപ്പാക്കുന്ന, ബാറ്റിങ്ങിൽ വീരേന്ദ്ര സേവാഗിനെയും യൂസഫ് പഠാനെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന മികച്ച വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരം ബഹുമാനപ്പെട്ട മനീഷ് അവറുകളാണ് ഇന്ന് ഈ ഒരു IPL ക്യൂസ് മത്സരത്തിന്റെ കലാശ മത്സരം, അല്ലെങ്കിൽ ഈ ക്യൂസ് മത്സരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി KFB യൂത്ത് ഫോറത്തിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം നിർവഹിച്ച് സംസാരിക്കുന്നത് KFBയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ചന്ദ്രമോഹൻ സാറാണ്. മികച്ച പ്രവർത്തനം നടത്തുന്ന KFBയുടെ അഭിമാനമായി മാറിയ പാലക്കാട് ജില്ലാ യൂണിറ്റിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ ക്യൂസ് മാസ്റ്ററായിട്ട് നമ്മുടെ പരിപാടി നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ 2 റൗണ്ടുകളിലും മികച്ച രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച ക്യൂസ് മാസ്റ്ററായിട്ട് തിളങ്ങിയ യൂത്ത് ഫോറത്തിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുജിത്തിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം യൂത്ത് ഫോറത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വിനോദ് മാഷ്, ബഹുമാനപ്പെട്ട സെക്രട്ടറി രാജേഷ് ഏട്ടൻ, ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷൻ അലി പുല്ലാര, ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷ കാവ്യ, ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള സാരംഗ്, ഡോണ, നിർവാഹക സമിതി അംഗങ്ങളായിട്ടുള്ള ശില്പ, അഫ്സൽ, മാഹിൻ തുടങ്ങിയ യൂത്ത് ഫോറത്തിലെ മുഴുവൻ സഹപ്രവർത്തകരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മത്സരാർത്ഥികളായിട്ട് ഉള്ള 8 പേരെയും വിജയാശംസകളോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം വീക്ഷിക്കാനെത്തിയ മുഴുവൻ KFBയുടെ കുടുംബാംഗങ്ങളെയും, KFBയുടെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ചുരുങ്ങിയ വാക്കുകളിൽ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് KFB ജില്ലാ യൂണിറ്റിന്റെ പ്രസിഡന്റ് ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. സാർ, പ്ലീസ്. ചന്ദ്രമോഹൻ സാർ, ഹലോ ചന്ദ്രമോഹൻ സാർ. ഹലോ, കേൾക്കാമോ?
കേൾക്കുന്നില്ലല്ലോ. വിനോദേട്ടാ കേൾക്കാം. ഹലോ, ഞാൻ ചന്ദ്രമോഹനാണ്. ചന്ദ്രമോഹൻ സാർ പറഞ്ഞോളൂ. നമസ്കാരം. യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ്, അതുപോലെ യൂത്ത് ഫോറം സെക്രട്ടറി രാജേഷ്, IPL ക്യൂസിന്റെ ഫൈനൽ റൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റർ മനീഷ്, കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള യൂത്ത് ഫോറത്തിന്റെ പ്രവർത്തകരെ, മറ്റുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. യൂത്ത് ഫോറം നിരന്തരം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം. കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്കും അതിലുപരി മറ്റു കാഴ്ചപരിമിതർക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കല, കായിക, സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് വ്യത്യസ്തമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉപരിയായി നമ്മുടെ തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് വേണ്ടി നമ്മുടെ നിയമവ്യവഹാരങ്ങളിലൂടെ നമ്മുടെ സാധ്യതകളെ എത്രത്തോളം ഫലപ്രദമായി നേരിടാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരം എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് ഫോറം കമ്മിറ്റിയാണ് ഇത്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ IPL മത്സരങ്ങളെ കുറിച്ചുള്ള ഒരു ക്യൂസ് മത്സരം അത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ്. കാരണം ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകത്തിൽ ഇന്ന് വളരെയേറെ ശ്രദ്ധയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്ക് വലിയ സാധ്യതകളാണുള്ളത്. പ്രധാനമായും നമ്മുടെ കേരളവും നമ്മുടേതായുള്ള വലിയൊരു പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ സെക്രട്ടറി ജനറൽ ഒരു മലയാളിയാണ്. അതിലുപരി നിരവധി താരങ്ങളാണ്, മനീഷിനെ പോലുള്ള നിരവധി താരങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും കൂടുതൽ IPL കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ഈ വിജ്ഞാനം മറ്റുള്ളവർക്കൊക്കെ പങ്കുവെക്കുന്നതിനൊക്കെ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സാധ്യമാകും. കൂടാതെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി നിരന്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ ചെസ് ടൂർണമെന്റ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ AI സാധ്യതകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മേഖലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ യുവതികൾക്ക് വേണ്ടിയുള്ള ഹോം മാനേജ് സിസ്റ്റങ്ങൾ, അങ്ങനെ വിവിധ നമ്മൾ ഏത് മേഖലയാണോ ആ മേഖലയിലെല്ലാം വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് യൂത്ത് ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ നമ്മുടെ യൂത്ത് ഫോറത്തിന് നേരെയാണ്. എന്തായാലും മത്സരാർത്ഥികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും. ഈ 8 കണ്ടസ്റ്റന്റിന്റെ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ എത്തിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമ്മുടെ ഈ വാശിയേറിയ കഴിഞ്ഞ 2 റൗണ്ടുകളിലായി വളരെ ആവേശത്തോടു കൂടി നമ്മുടെ സുഹൃത്തുക്കൾ മത്സരിച്ച IPL ക്യൂസ് മത്സരത്തിന്റെ, യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന IPL ക്യൂസ് മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട്, നമ്മുടെ ഈ പരിപാടി ഇതിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ മലയാളികളുടെ, കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ, ക്രിക്കറ്റ് പ്രേമികളുടെ ഒക്കെ സ്വകാര്യ അഹങ്കാരമായ ഇന്ത്യൻ താരം മനീഷ് ഏട്ടനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാം പറഞ്ഞു. ഞാൻ ആദ്യമായി KFI യൂത്ത് ഫോറങ്ങളോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും എന്നെ ഇതിൽ ഉദ്ഘാടനമായി വിളിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ KFIയോടും അതിൻ്റെ യൂത്ത് ഫോറം മെമ്പേഴ്സിനോടും ഔദ്യോഗികമായി എൻ്റെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഈ ക്വിസ് പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന് അറിയിച്ചുകൊള്ളുന്നു. നന്ദി. ഏറെ നന്ദി ഞങ്ങളും അങ്ങേക്ക് അറിയിക്കുകയാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് താങ്ക് യു. ഇനി നമ്മൾ മറ്റു ഔപചാരികതകളൊന്നും ഇല്ലാതെ തന്നെ
നമ്മൾ നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുകയാണ്. സുഹിത്തെ, ഓക്കെ, മത്സരം തുടങ്ങല്ലേ ഇനി? ഓക്കെ, നമ്മുടെ മത്സരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുജിത്തിനെ ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് ഫൈനൽ റൗണ്ട് ആരംഭിക്കാൻ മുമ്പായിട്ട് കുറച്ച് നിയമാവലികൾ പറയാണ്. നിലവിൽ 8 പ്ലേയേഴ്സ് ആണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് ശില്പ പറയും. പിന്നെ പോയിന്റ് എഴുതാൻ ശില്പയാണ്. ഓർഡറിൽ നിങ്ങളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് നീരജ് റെഡി ആയിട്ടുണ്ട്. ശില്പ, നമുക്ക് ഓർഡർ ഒന്ന് പറയാൻ കഴിയുമോ? ഹലോ, സുജിത്തേട്ടാ കേൾക്കണ്ടോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ 8 മത്സരാർത്ഥികളുടെ ഓർഡർ ഇതാണ്: 1 ഫായിസ്, 2 അജ്മൽ, 3 ഷാഹുൽ, 4 നിക്സൺ, 5 അബിജോണി, 6 നൌഷാദ്, 8 ജോസി ജോസ്. ഈ ക്രമത്തിലാണ് നമ്മൾ മത്സരാർത്ഥികളെ വിളിക്കുന്നത്. 3 റൗണ്ടുകളാണ് ഉള്ളത്. 3 റൗണ്ട് നേരത്തെ റൗണ്ട് പോലെയല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് റൗണ്ടാണ്, പാസിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ് ലഭിക്കുന്നതാണ്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞാൽ പാസിംഗ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഡിയൻസിലേക്ക് ചോദ്യം പോവും. അവർക്ക് ഉത്തരം പറയാനൊരു അവസരമുണ്ട്. ഓഡിയൻസും പറഞ്ഞില്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ഈ 3 റൗണ്ടിന് ശേഷം ടൈ വന്നു കഴിഞ്ഞാൽ ആ ടൈ വന്ന പ്ലേയേഴ്സുമായിട്ട് 4ാമത്തെ റൗണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. 1ാമത്തെ പ്ലെയറെ വിളിക്കാം. ഫായിസ്. ഫായിസ് റെഡിയാണോ? ഓക്കെ. യെസ്. ഓക്കെ, ഫായിസ്, 1ാമത്തെ ചോദ്യം ഇതാണ്: സഞ്ജു സാംസൺ ഏതൊക്കെ IPL ടീമുകളുടെ ഭാഗമായിട്ടുണ്ട്? സഞ്ജു സാംസൺ ഏതൊക്കെ IPL ടീമുകളുടെ ഭാഗം ആയിട്ടുണ്ട്? രാജസ്ഥാനും കൊൽക്കത്തയും. കേട്ടില്ല. രാജസ്ഥാനും കൊൽക്കത്തയും. ഹലോ, ആദ്യം എണ്ണം പറയണേ. എത്ര എണ്ണമാന്ന് പറഞ്ഞിട്ട് ടീം പറയണേ. 2. രാജസ്ഥാനും കൊൽക്കത്തയും. ഓക്കെ, ഉത്തരം 2 അല്ല, ഉത്തരം 3 ആണ്. ഓഡിയൻസിന് അറിയോ? ആർക്കെങ്കിലും ഉത്തരം? 3 ടീമുകളുണ്ട്, അറിയോ? ഡൽഹി കൂടെ ഉണ്ട്. അതായത് രാജസ്ഥാൻ, കൊൽക്കത്ത, ഡൽഹി, ഈ 3 ടീമുകളുടെ ഭാഗമായിട്ടുണ്ട് സഞ്ജു സാംസൺ. ഓക്കെ, ഇപ്പൊ അടുത്ത ആളെ വിളിക്കാം. അജ്മൽ റസാഖ്. അജ്മൽ റെഡിയാണോ? അജ്മലിനോടുള്ള ചോദ്യം ഇതാണ്: IPL തുടർച്ചയായി 2 സീസണുകളിൽ പർപ്പിൾ ക്യാപ്പ് നേടിയതാര്? IPL തുടർച്ചയായ 2 സീസണുകളിൽ പർപ്പിൾ ക്യാപ്പ് നേടിയതാര്? ഹർഷൽ പട്ടേൽ. അല്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? ഈ മത്സരം വീക്ഷിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയോ? ഭുവനേശ്വർ കുമാർ അല്ലേ? ഭുവനേശ്വർ കുമാറാണ്. IPL തുടർച്ചയായി 2 സീസണുകളിൽ പർപ്പിൾ ക്യാപ്പ് നേടിയത് ഭുവനേശ്വർ കുമാറാണ്. തുടർച്ചയായി അടുപ്പിച്ച്. ഓക്കെ, 3ാമത്തെ ആളെ വിളിക്കാം. ഷാഹുൽ. യെസ്, റെഡിയാണ്. ഷാഹുൽ റെഡിയാണോ? ഓക്കെ, ഷാഹുലിനോടുള്ള ചോദ്യം ഇതാണ്: IPL ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ താരമാണ്? അറിയില്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? അല്ല. ഈ മത്സരാർത്ഥികൾക്കും പറയാം കേട്ടോ. IPL ഒരു മത്സരത്തിൽ ഏറ്റവും ഭുവനേശ്വർ കുമാർ അല്ല. ഉത്തരം ദീപക് ചഹർ. ദീപക് ചഹർ 20 ഡോട്ട് ബോൾ എറിയുന്നുണ്ട്. ഓക്കെ, 4ാമത്തെ ആളെ വിളിക്കാം. നിക്സൺ. റെഡിയാണോ? നിക്സൺ
റെഡിയാണോ? ലെഫ്റ്റ് ആയി. റേഞ്ച് ഇഷ്യൂ ആവും. നിക്സൺ കേൾക്കുന്നുണ്ടോ? നിക്സൺ റീജോയിൻ ചെയ്തോ? ഇല്ല ലെഫ്റ്റ് ആണ്. നിക്സൺ. വന്നിട്ടില്ല. ഓക്കെ, നിക്സണോടുള്ള ചോദ്യം, നിക്സൺ അടുത്ത ചോദ്യത്തിന് മുന്നേ വരികയാണെങ്കിൽ ചോദിക്കാം, അടുത്തയാളെ വിളിക്കാം. നിക്സൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിക്സൺ കേൾക്കുന്നുണ്ടോ? ഞാൻ ജോയിൻ ചെയ്തു. എന്താ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ നിക്സണോടുള്ള എന്താ ചോദ്യം, തന്നെ ലെഫ്റ്റേ പോയത് അതിനോട്. ഓക്കെ, നിക്സണോടുള്ള ചോദ്യം ഇതാണ്. ഗബ്ബർ എന്നറിയപ്പെടുന്ന IPL താരമാരെ? ശിഖർ ധവാൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് നിക്സൺ ആണ്, 10 പോയിന്റ്. അടുത്ത ചോദ്യം, അടുത്തയാളെ വിളിക്കാവോ? അബി ജോണി. യെസ്. ബിജോണി റെഡിയാണോ? അതെ. ഓക്കെ, അബിജോണിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അബിജോണിയോട് ഞാൻ ഒരു കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അബിജോണിയുടെ ഏറ്റവും ഫേവറേറ്റ് IPL ടീം ഏതാണ്? രാജസ്ഥാനാണ്. ഓക്കെ, ഇപ്പൊ ചോദ്യം ഇതാണ്. 2008 ആദ്യ IPL സീസൺ ഫൈനൽ വേദി ഏതാണ്? 2008 ആദ്യ IPL സീസൺ ഫൈനൽ വേദി. ആ സ്റ്റേഡിയത്തിന്റെ പേര് പറയണം കേട്ടോ. മുംബൈ. സ്റ്റേഡിയത്തിന്റെ പേര് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഉത്തരം ദിവേൻ പാട്ടൽ സ്റ്റേഡിയം, നവീൻ മുംബൈ. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയോ? ദിവേൻ പാട്ടൽ സ്റ്റേഡിയം, നവീൻ മുംബൈ. ഏതാണ്? ദിവേൻ പാട്ടൽ സ്റ്റേഡിയം, നവീൻ മുംബൈ. ഓക്കെ, DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ ആണ് കറക്റ്റ് ഉത്തരം. വാങ്കഡെ മുംബൈയിലാണ്, പക്ഷെ വാങ്കഡെ സ്റ്റേഡിയം അല്ല. ഓക്കെ, അടുത്ത ആളെ വിളിക്കാം. നൗഷാദ്. ഓക്കെ. നൗഷാദ് ഇപ്പൊ റെഡിയാണോ? ഓക്കെ. റെഡി. ചോദ്യം ഇതാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച താരമാര്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിക്കോളാസ് പൂരൻ. ശരിയാണ്. അപ്പൊ ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചു. അടുത്തയാള് റെഡിയാണോ? 7ാമത്തെ ആള് സാബിർ. റെഡിയാണോ? ഹലോ, സാബിർ റെഡിയാണോ? ചോദിക്കട്ടെ. റെഡി. ചോദ്യം ഇതാണ്. IPL ആദ്യ സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം ഏത്? IPL ആദ്യ സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. തെറ്റാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം, ഓഡിയൻസിന് അറിയില്ലെങ്കിൽ പറയാം. എന്താണ്? RCB ആണോ? ഡെക്കാൻ ചാർജേഴ്സാ? ഹൈദരാബാദ്. RCB ആണോ? ഡെക്കാൻ ചാർജേഴ്സ് ആണ്. ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സ് ആണ് അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സ്. അപ്പൊ ഒന്നാമത്തെ രണ്ടിലെ ഏറ്റവും അവസാനത്തെ ആളെ വിളിക്കാം. ജോസി. ചോദ്യം ഇതാണ്. IPL ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ്. ഏതു ടീമിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ആദ്യ കിരീടം നേടിയത്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണോ? ചോദ്യം ക്ലിയർ ആയോ? യെസ്, ചെന്നൈ സൂപ്പർ ശരിയാണ്. കിങ്സ്. ഡയറക്റ്റ് ശരിയാണ്. ഉത്തരം ശരിയായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഇതും ഡയറക്റ്റ് റൗണ്ടാണ്. നേരെ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. ജോസിയോട് തന്നെയാണ് അടുത്ത ചോദ്യം. റെഡി അല്ലേ? റെഡിയാണോ? ഓക്കെ, ചോദ്യം പർപ്പിൾ ക്യാപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാര്? പർപ്പിൾ ക്യാപ്പ് നേടിയ ഇന്ത്യൻ താരം കറക്റ്റ് ആൻസർ ആണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചത്. അടുത്ത ആളെ വിളിക്കാവോ? ശില്പ, നീരജ, അടുത്ത ആളെ വിളിക്കോ? സാബിർ. ഹലോ. ഈ ആണോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ?
സോറി സാർ, അത് ഇനി റിപ്പീറ്റ് ചെയ്തില്ല. അല്ല കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നേ ഉള്ളൂ. ശരി ശരി, നമുക്കത് ഇനി മുതൽ ശ്രദ്ധിക്കാം. പോട്ടെ. ഇത് ശ്രദ്ധിക്കാം, കാരണം ഞാൻ ഓൾറെഡി ഇത് ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. അത് വെച്ചാണ് ഞാൻ ഒന്ന് കൺഫേം ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആള് ഷാബിർ. റെഡി. അവറിനോട് ചോദ്യം ഇതാണ്: IPL-ൽ സഞ്ജു സാംസന്റെ ഉയർന്ന സ്കോർ എത്ര? IPL-ൽ സഞ്ജു സാംസന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എത്ര? 119. 119 ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാണ് നൗഷാദ്. ഓക്കെ. ഓക്കെ, ഷദ്ഗഡുള്ള ചോദ്യമാണ്: സൗരവ് ഗാംഗുലി ഏതൊക്കെ IPL ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്? ഇതിന്റെ എണ്ണം പറയണം, ഏതൊക്കെ ടീമാണെന്ന് പറയണം. ചോദ്യം clear ആയോ? രണ്ട്. ഏതൊക്കെ ടീമാണെന്ന് പറയണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, പൂനെ വാരിയേഴ്സ്. ശരിയാണ്, ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാണ് അബി ജോണി. ഓക്കെ, യെസ്. അഭിജോനിയോടുള്ള ചോദ്യം ഇതാണ്: IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സിംബാബ്വെ പ്ലെയർ ആര്? സിംബാബ്വെ ക്രിക്കറ്റ് പ്ലെയർ ആര്? IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സിംബാബ്വെ ക്രിക്കറ്റ് പ്ലെയർ ആര്? സിക്കന്ദർ റാസ. സിക്കന്ദർ റാസ കറക്റ്റ് ആണ്. യെസ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാള് നിക്സൺ. റെഡി. ഓക്കെ, നിക്സണോടുള്ള ചോദ്യം ഇതാണ്: റെഡി. IPL 2025 ലേലത്തിൽ ഏറ്റവും വില കൂടിയ അൺക്യാപ്ഡ് പ്ലെയർ ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നും പറയോ? ബഫർ ചെയ്തതാ. ചോദ്യം ക്ലിയർ ആയോ? IPL 2025 ലേലത്തിൽ ഒന്നും പറയോ? അൺക്യാപ്ഡ് പ്ലെയർ ഏറ്റവും വില എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, ഇല്ല, ഉത്തരം പറഞ്ഞില്ല. ഇല്ല, അറിഞ്ഞൂടാ. പറഞ്ഞതാ. ഓക്കെ, ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? അറിയത്തില്ല. അതാ ആരാണോ? വെങ്കടേശ് അയ്യരാണോ? ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? ഇല്ല, അല്ല. അല്ല, റസിഖ് സലാം ദർ എന്ന് പറഞ്ഞ RCB ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്തയാള് ഷാഹുൽ. റെഡി. ഷാഹുലിനോടുള്ള ചോദ്യം ഇതാണ്: ആദ്യ IPL-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ ആര്? ആദ്യ IPL സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ ആര്? ഷാഹുൽ കേട്ടോ? ചോദ്യം കേട്ടോ? ഉത്തരം പെട്ടെന്ന് പറയാം. ചോദ്യം കേട്ടില്ല, ക്ലിയർ ആയില്ല. ആദ്യ IPL സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ ആര്? MS ധോണി. അല്ലല്ല, ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയോ? ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? യുവരാജ് സിംഗ്. യുവരാജ് സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തയാളെ വിളിക്കാവോ? അജ്മൽ. അജ്മൽ റെഡിയാണോ? ചോദ്യം ഇതാണ്: IPL ചരിത്രത്തില് ആദ്യമായി ഹിറ്റ് വിക്കറ്റിലൂടെ പുറത്തായ താരമാര്? IPL ചരിത്രത്തിൽ ആദ്യമായി ഹിറ്റ് വിക്കറ്റിലൂടെ പുറത്തായ താരമാര്? അറിയില്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും അറിയോ? IPL ചരിത്രത്തിൽ ആദ്യമായി
ഹിറ്റ് വിക്കറ്റിലൂടെ പുറത്തായ താരങ്ങൾ? ആർക്കും അറിയില്ല. എന്റെ ഉത്തരം പറയാണ് മുസാവിർ അഹമ്മദ് കോട്ടെ എന്ന് പറഞ്ഞൊരു മുംബൈ ഇന്ത്യൻ പ്ലെയർ ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയർ ആണ് മുസാവിർ അഹമ്മദ് കോട്ടെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് കാണിക്കുന്നത്. ഓക്കെ, ഇത് പറയുമ്പോൾ ഒരു ഫാക്ട് കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. ഈ രണ്ടാമത് ഹിറ്റ് വിക്കറ്റ് ആയ ആള് പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള മിസ്ബാ ഉൽ ഹഖ് ആണ്. ഈ രണ്ടുപേരെ ഹിറ്റ് വിക്കറ്റിലൂടെ പുറത്താക്കിയത് ശ്രീശാന്താണ്. ഓക്കെ, അടുത്തയാള്. ഓക്കെ, ഫായിസ് റെഡിയാണോ? ഫായിസിനോടുള്ള ചോദ്യമാണ് രണ്ടാം റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ചാമ്പ്യൻസ് ലീഗ് 2020 കരസ്ഥമാക്കിയ ആദ്യ IPL ടീം ഏത്? ചാമ്പ്യൻസ് ലീഗ് 2020 കരസ്ഥമാക്കിയ ആദ്യ IPL ടീം ഏത്? ചെന്നൈ. ചെന്നൈ സൂപ്പർ കിങ്സ് കറക്റ്റാണ്. ഓക്കെ, ഇപ്പൊ 2 റൗണ്ട് അവസാനിച്ചു. നിങ്ങളുടെ പോയിന്റ് ഇപ്പോൾ ശില്പ പറയും. ഇനി ഒരു റൗണ്ട് കൂടെ അവശേഷിക്കുന്നുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത റൗണ്ടിൽ. നേരത്തെ നമ്മൾ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയായിരിക്കും ഈ റൗണ്ടിലും പോവുക. ശില്പ കേൾക്കുന്നുണ്ടോ? ഹലോ സുജിത്തേട്ടാ. പറഞ്ഞോ. ഓക്കെ. അപ്പൊ നമ്മൾ സ്കോർ വായിക്കുകയാണ്. ആദ്യം ഫായിസിന് 10 പോയിന്റ്സ് ആണ്. അജ്മൽ 0 പോയിന്റ്സ്. ഷാഹുൽ 0 പോയിന്റ്സ്. നിക്സൺ 10 പോയിന്റ്സ്. അബിജോണി 10 പോയിന്റ്സ്. നൗഷാദ് EP 20 പോയിന്റ്സ്. സാബിർ 10 പോയിന്റ്സ്. ജോസ് 20 പോയിന്റ്സ്. ഓക്കെ അല്ലേ? എല്ലാവരുടെയും പോയിന്റ് കറക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. 3-ാമത്തെ റൗണ്ടാണ്. 3-ാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം ഫൈസ് റെഡി അല്ലേ? ലാസ്റ്റ് റൗണ്ടിലെ ചോദ്യമാണ്. ചോദ്യം ചോദിച്ച ഞാൻ ഒന്നും കേട്ടില്ല. ചോദിച്ചില്ല. എന്നാ ഓക്കെ, റെഡി. ഇപ്പോ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്ലിയർ ആണോ? കേക്കാം. കുഴപ്പമില്ല കേൾക്കാം. ഓക്കെ, ഫായിസിനോടുള്ള ചോദ്യം 3-ാമത്തെ റൗണ്ടിലെ ഫായിസിനോടുള്ള ചോദ്യമാണ്. 2024 IPL സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം ഏത്? 2024 IPL സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് കറക്റ്റ് ആണ്. ഫായിസിന് ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തയാള് അജ്മൽ. അജ്മൽ റെഡിയാണോ? റെഡിയാണോ? അജ്മൽ അജ്മലിനോടുള്ള ചോദ്യം ഇതാണ്. 2025 IPL സീസണിൽ ക്യാപ്റ്റനായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? 2025 IPL സീസണിൽ ക്യാപ്റ്റനായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? ശുഭ്മാൻ ഗില്ലാണോ? അല്ല, ഓഡിയൻസിന് പറയാം കേട്ടോ. ഓഡിയൻസിനും മത്സരാർത്ഥികൾക്കും പറയാം. പ്രകാരം റിയാൻ പരാഗ് കറക്റ്റ് ആണ്. റിയാൻ പരാഗ് ആയിരുന്നു ശരി ഉത്തരം. ഓക്കെ, 3-ാമത്തെ ആളിലേക്ക് പോവാം. ഷാഹുൽ റെഡിയാണ്. ഷാഹുലിനോടുള്ള ചോദ്യം ഇതാണ്. IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ നേരിട്ട അല്ലെങ്കിൽ ഡോട്ട് ബോൾ കളിച്ച താരമാണ്? IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ നേരിട്ട താരമാണ്? എറിഞ്ഞതാണോ നേരിട്ടതാണോ?
നേരിട്ടതാണ്. IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ നേരിട്ട അല്ലെങ്കിൽ കളിച്ച താരം യുവരാജ് സിംഗ്. അല്ല. ഓഡിയൻസിന് അറിയോ? ആർക്കെങ്കിലും അല്ലെ മത്സരാർത്ഥികൾക്ക് പറയാം. രോഹിത് ശർമ്മയാ? അല്ല. വിരാട് വിരാട് കോഹ്ലിയാണ്. കറക്റ്റ്. വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ നേരിട്ടുള്ളത്. ഏതോ ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതാരാണ്? ഓക്കെ, അടുത്തയാളിലേക്ക് പോവാം. അടുത്തയാള് റെഡിയാണോ? നീരജ? നിക്സൺ. റെഡിയാണ്, റെഡി. ഓക്കെ, നിക്സണോടുള്ള ചോദ്യം ഇതാണ്. ആദ്യ IPL സീസണിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ ആര്? ആദ്യ IPL സീസണിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ ആര്? രാഹുൽ ദ്രാവിഡ്. അല്ല. സച്ചിനാണോ? പറയണേ? ഓ, സച്ചിനായിരിക്കും. അല്ല അല്ല. ഷെയ്ൻ വോൺ ആണോ? ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ ആണ് ഉത്തരം. നമ്മൾ പുറത്തായിരുന്നു. അടുത്തയാള്. അബി ജോണി. യെസ്. അബി ജോണിയോടുള്ള ചോദ്യം ചോദിക്കട്ടെ? യെസ്. IPL പർപ്പിൾ ക്യാപ്പ് നേടിയ ആദ്യ സ്പിന്നർ ആര്? IPL പർപ്പിൾ ക്യാപ്പ് നേടിയ ആദ്യ സ്പിന്നർ ആര്? ഹർഭജൻ സിംഗ്. അല്ല. ഓഡിയൻസിനും മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയാം. പ്രഗ്യാനോജ കറക്റ്റ് ആണ്. അടുത്ത ആളെ വിളിക്കാം. നൗഷാദ്. ഓക്കെ. ചോദ്യം ഇതാണ്. ഇന്ന് IPL ഏറ്റവും ലോങ്സ്റ്റ് സിക്സ് നേടിയ ഇന്ത്യൻ താരമാര്? IPL ഏറ്റവും ലോങ്സ്റ്റ് സിക്സ് നേടിയ ഇന്ത്യൻ താരം? പ്രവീൺ കുമാർ. പ്രവീൺ കുമാർ കറക്റ്റ് ആണ്. അത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആൽബി മോർക്കലാ വന്ന്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. ഇനി രണ്ടുപേരും കൂടി. സാബർ ചോദിക്കട്ടെ? ഇരട്ട സൂപ്പർ ഓവറുകൾ വന്ന IPL പോരാട്ടം ആരൊക്കെ തമ്മിലായിരുന്നു? ഇരട്ട സൂപ്പർ ഓവറുകൾ വന്ന IPL പോരാട്ടം ആരൊക്കെ തമ്മിലായിരുന്നു? RCB ഹൈദരാബാദ്. അല്ല. ഓഡിയൻസിന് ഉത്തരം പറയാം. ഈ കൊൽക്കത്ത രാജസ്ഥാൻ അല്ലേ? മുംബൈ, പഞ്ചാബ്. മുംബൈ പഞ്ചാബ്. ഇരട്ട സൂപ്പർ ഓവറുകൾ വന്ന മുംബൈ പഞ്ചാബ് മത്സരത്തിലാണ്. ഓക്കെ, അവസാന ചോദ്യത്തിലേക്ക് പോവാണ്. ജോസി. ചോദ്യം ഇതാണ്. സഞ്ജു സാംസൺ ഏത് വർഷമാണ് ആദ്യമായി IPL ക്യാപ്റ്റൻ ആയത്? സഞ്ജു സാംസൺ ഏത് വർഷമാണ് ആദ്യമായി IPL ക്യാപ്റ്റൻ ആയത്? 2018. അല്ല. ആർക്കെങ്കിലും അറിയോ? 2021. ശരിയാണ്. നമ്മുടെ 3 റൗണ്ടുകൾ പൂർത്തിയായി. 3 റൗണ്ടുകൾക്ക് ശേഷമുള്ള പോയിന്റുകൾ നോക്കാം. ആരെങ്കിലും ടൈ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാം. ശില്പ കേൾക്കുന്നുണ്ടോ? ഹലോ. ആ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഫൈനൽ പോയിന്റ്സ് നോക്കാം. ഫൈസ് 20, അജ്മൽ 0, ഷാഹുൽ 0, നിക്സൺ 10 points, അബിജോണി 10 points, നൗഷാദ് EP 30 points, സാബിർ 10 points, ജോസി ജോസ് 20 points. ഇതില് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് നൗഷാദ് EP 30 points. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ 2 പേര് വന്നിട്ടുണ്ട്. ഫായിസ് അതുപോലെ തന്നെ ജോസി ജോസ്. ഇവർ രണ്ടുപേരും 20 points ടൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പേർക്ക് 10 points ഉണ്ട്. നിക്സൺ കേസ്, അതുപോലെ തന്നെ സാബിർ പി, പിന്നെ അബിജോണി. 3 പേർക്കും 10 points ഉണ്ട്. ഇപ്പൊ നമുക്ക് ടോപ്പ് 3 കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫസ്റ്റ് ആയി. ഇനി സെക്കൻഡ് പൊസിഷനിൽ 2 പേരാണ്. അവരെ അടുത്ത റൗണ്ടിലേക്ക് കടത്തിവിട്ട് 2 പേരെ മാത്രമായിട്ട് കടത്തി വിട്ടിട്ട്
സെക്കൻഡും തേർഡും കണ്ടെത്താം. ലീഗ് അങ്ങനെ ചെയ്യട്ടെ. യെസ് 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 യെസ്. ഓക്കെ, അപ്പൊ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പി നൗഷാദിന് അഭിനന്ദനങ്ങൾ. 2-3 സ്ഥാനത്തിലേക്കുള്ള മത്സരാർത്ഥികൾക്കും വേണ്ടി മാത്രമുള്ള താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മള് 2 പേർക്കും 3 ചോദ്യം വീതം നൽകും. ആ 3 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യുന്ന ആൾക്കായിരിക്കും രണ്ടാം സ്ഥാനത്തിലേക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുക. ഓക്കെ, റെഡിയാണോ? ടൈ ആയ 2 പേർ റെഡിയാണോ? റെഡി സാർ. നീരജ് അവരുടെ പേരൊന്നും പറയാം. ഓക്കെ. ശില്പ അവരുടെ പേരൊന്നും പറയോ? ഫായിസ്, ജോസി അല്ലേ? ഫായിസും ജോസി. ഫായിസ് ആൻഡ് ജോസി. ഓക്കെ, ഓക്കെ, 3 ചോദ്യങ്ങൾ വീതമാണ്. ചോദിക്കട്ടെ. ഫായിസിനോടാണ് ആദ്യ ചോദ്യം. ഫായിസ് റെഡിയാണോ? ഓക്കെ. ഹലോ, 1 മിനിറ്റ് ചോദ്യം എടുക്കുന്ന അവസ്ഥ. ഓക്കെ, ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയ്ക്ക് അനുസരിച്ച് ആ പ്ലെയർ ആരാണെന്ന് കണ്ടുപിടിക്കണം. റെഡി അല്ലേ? ഓക്കെ. കുറച്ച് സൂചനകൾ തരികയാണ്. സൂചന മുഴുവനായും കേട്ടതിന് ശേഷം അത് ഏത് പ്ലെയർ ആണെന്ന് പറയുക. ഒന്നാമത്തെ സൂചന ഇതാണ്: ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു ഇദ്ദേഹം. ഒന്നാമത്തെ സൂചന കേട്ടോ? കേട്ടു. രണ്ടാമത്തെ സൂചന ഇതാണ്: ഇന്ത്യയുടെ നാഷണൽ ടീം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇദ്ദേഹം. ഇന്ത്യയുടെ നാഷണൽ ടീം ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇദ്ദേഹം. കേട്ടോ? ഓക്കെ. മൂന്നാമത്തത്: IPL ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. IPL ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇദ്ദേഹം. കേട്ടില്ലേ? അടുത്ത പറയട്ടെ. കേക്കാം. പഞ്ചാബ്, ഡൽഹി ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഡൽഹി ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ്. ആരാണ് ഇദ്ദേഹം? ഋഷഭ് പന്താ? അല്ല, ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയോ ഈ സൂചനകൾ ഗൗതം ഗംഭീർ. ശിഖർ ധവാനാണ് ഉത്തരം. ശിഖർ ധവാനാണ് ഉത്തരം. ഗൗതം ഗംഭീർ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ IPL ഫ്രാഞ്ചൈസിയിൽ ഡൽഹി, പഞ്ചാബ്, ഗൗതം ഗംഭീർ പഞ്ചാബിന് വേണ്ടി കളിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല. പിന്നെ ഹൈദരാബാദിന് വേണ്ടി അത് പറഞ്ഞിട്ടില്ലല്ലോ. ഹൈദരാബാദിനും വേണ്ടി മുംബൈക്ക് വേണ്ടിയും കളിച്ചില്ലേ? ഹൈദരാബാദിന് മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സൂചന ഇങ്ങനെയായിരുന്നു: IPL ആയിട്ടുള്ള പഞ്ചാബിനും ഡൽഹിക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കി ടീമുണ്ട്, ടീമിന് വേണ്ടിയും കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോരട്ടെ. ഒന്നാമത്തെ ചോദ്യം സർ. ജോസി. ഓക്കെ, ചോദ്യമാണ്: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്ര തവണ IPL കിരീടം നേടിയിട്ടുണ്ട്? 3 times. 3 തവണ. ശരിയാണ്. ഡയറക്റ്റ് 10 പോയിന്റ് ലഭിച്ചു. ഫായിസിനോടുള്ള അടുത്ത ചോദ്യം. റെഡിയാണോ? ഫായിസ് റെഡിയാണോ? ഫായിസിനോടുള്ള രണ്ടാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ IPL ഫൈനലിൽ പരാജയപ്പെട്ട ടീം ഏത്? ഏറ്റവും കൂടുതൽ IPL ഫൈനലിൽ പരാജയപ്പെട്ട ടീം ഏത്? ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ് കറക്റ്റ് ആണ്. ഇപ്പൊ 2 പേർക്ക് ഈക്വലായി. ഈ ജോസിയോടുള്ള രണ്ടാമത്തെ ചോദ്യം. റെഡിയാണോ? സർ. ചോദ്യമാണ്: ആദ്യമായി IPL-ൽ 2 തവണ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയ താരമാര്?
ആദ്യമായി IPL 2 തവണ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയ താരമാര്? ഡവിൻ ബ്രാവോ. ഡ്വെയ്ൻ ബ്രാവോ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഫായിസിനോടുള്ള മൂന്നാമത്തെ ചോദ്യം. ഫായിസ് റെഡിയാണോ? ഓക്കെ. ചോദ്യം ഇതാണ്: IPL പർപ്പിൾ ക്യാപ്പ് നേടിയ ആദ്യ ഏഷ്യക്കാരനാര്? IPL പർപ്പിൾ ക്യാപ്പ് നേടിയ ആദ്യ ഏഷ്യക്കാരനാര്? അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയോ? സുഹേൽ തൻവീർ. സുഹേൽ തൻവീർ അല്ലേ? സുഹേൽ തൻവീർ തന്നെ. അദ്ദേഹം പാകിസ്ഥാൻകാരനായതുകൊണ്ട് തന്നെ ഏഷ്യക്കാരനുമാണല്ലോ. സുഹേൽ തൻവീർ തന്നെയാണ് ഉത്തരം. ഞാൻ ഉത്തരം പറഞ്ഞു കുഴപ്പമില്ലല്ലേ? എന്തോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് അറിഞ്ഞു ഇല്ല ശില്പ? അതെ. ജോസ് 20 പോയിന്റ്സ് ആണ്. ഓക്കെ, ഞാൻ ഓഡിയൻസിനോടായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ജോസി. ഒന്ന് ലീവ് ചെയ്തോട്ടെ. അതിനുശേഷം ചോദ്യം. ഹലോ, പോവാണോ? എനിക്ക് ഞാൻ കല്യാണ വീട്ടിലില്ലേ. ഓക്കെ. ഫായിസ് 3-ാം സ്ഥാനം ഉണ്ട് കേട്ടോ. കൺഗ്രാലേഷൻ. ഓക്കെ, ചോദ്യം ഓഡിയൻസിനോടുള്ള ചോദ്യം ഇതാണ്: IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ വിദേശ താരമാര്? IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ വിദേശ താരമാര്? മലിംഗയാണോ? അല്ല. മിച്ചൽ ജോൺസൺ. സുനിൽ നരേന. സുനിൽ നരേനാണോ? ഇപ്പൊ പറഞ്ഞില്ല സുനിൽ നരേൻ. ഓക്കെ, അപ്പൊ നമ്മുടെ 3 റൗണ്ട് കഴിഞ്ഞു. 2 പേര് ടൈ വന്നവർക്ക് വേണ്ടി 4ാമത്തെ റൗണ്ട് കൂടെ നടത്തി. മത്സരത്തിൽ പങ്കെടുത്ത് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ EP നൗഷാദ്, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ജോസി, 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫായിസ് എന്നിവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബാക്കി അൻസാർ, അലീഗ കേൾക്കുന്നുണ്ട്? അൻസാറെ കണ്ടിന്യൂ ചെയ്തോ. അലീഗ പറഞ്ഞു, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഉപാധ്യക്ഷ കൺക്ലൂഡ് ചെയ്തോളൂ. അപ്പോ നമ്മുടെ IPL സീസണിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ ഈ ഓൺലൈൻ ക്വിസ് മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. മത്സരത്തിൽ 21 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 21 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിൽ മികച്ച മത്സരം കാഴ്ചവെച്ച് വളരെ ഗംഭീര പ്രകടനം നടത്തി 1-ാം സ്ഥാനം നേടിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള EP നൗഷാദിന് യൂത്ത് ഫോറത്തിന്റെ പ്രത്യേക അഭിവാദനങ്ങൾ. അതുപോലെ തന്നെ 2ാം സ്ഥാനം നേടിയ നമ്മുടെ പ്രിയ സുഹൃത്തും എൻ്റെ ബാങ്കിലെ സഹപ്രവർത്തകനും കൂടിയായിട്ടുള്ള ജോസി സാറിന് പ്രത്യേകം അഭിവാദനങ്ങൾ നേരുന്നു യൂത്ത് ഫോറത്തിന്റെ. അതുപോലെ തന്നെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള സുഹൃത്ത് ഫായിസിന് പ്രത്യേകം അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. യൂത്ത് ഫോറത്തിന്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഈ മത്സരം കേൾക്കാനെത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഈ ക്വിസ് മത്സരം വളരെ മികച്ച രീതിയിൽ കണ്ടക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ സ്വന്തം തയ്യാറാക്കി, ഞങ്ങളുടെ ഒന്നും സഹായം തേടിയിട്ടില്ല. എപ്പോഴും ഒരു തവണ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ ചോദ്യം തയ്യാറാക്കി വളരെ വൃത്തിയായിട്ട് അവതരിപ്പിച്ച് ഇങ്ങനെ ഒരു ആശയം ആദ്യമായി നമ്മളുമായി ഒക്കെ സംസാരിച്ച നമ്മുടെ ക്വിസ് മാസ്റ്റർ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സുജിത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ പോയിന്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത നമ്മുടെ ശില്പ, അതുപോലെ തന്നെ ശില്പ നോട്ടീസൊക്കെ തയ്യാറാക്കാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി നമ്മളെക്കാൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി ഫോറം നേതാവായിട്ടുള്ള നീരജ, ഇവരൊക്കെ യൂത്ത് ഫോറത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ വൃത്തിയായിട്ട് ആങ്കർ ചെയ്ത നമ്മുടെ അൻസാർ സാറിന് പ്രത്യേകം അഭിവാദനങ്ങൾ. മനീഷ് സാറിനെ പ്രത്യേകം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ചന്ദ്രമോഹൻ സാറിനെയും ചേർത്ത് വെക്കുന്നു. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ യൂത്ത് ഫോറം നിർവാഹക സമിതി അംഗമായിട്ടുള്ള കുമാരി ശില്പയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി വലിയൊരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഉപാധ്യക്ഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാണ്. അപ്പോൾ അത് തന്നെ ഞാൻ പ്രോട്ടോകോളൊന്നും നോക്കുന്നില്ല. കാരണം നമുക്കറിയാം, അലികാക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആശയം നമുക്ക് IPL നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്കൊരു ക്വിസ് കണ്ടക്ട് ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞ് അവർ മുന്നോട്ട് വെച്ച സുജിത്തേട്ടനാണ്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു ടൈം കഴിയുന്നത് വരെ ഇതിന് അത്രയും നന്നായിട്ട് എഫേർട്ട് എടുത്ത സുജിത്തേട്ടനാണ്. അപ്പൊ സുജിത്തേട്ടനെ ഞാൻ ആദ്യം നന്ദി പറയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യോഗത്തിന്
ആമുഖ പ്രഭാഷണം നടത്തിയത് ചന്ദ്രമോഹൻ സാറാണ്. അദ്ദേഹത്തിന് എന്റെയും നമ്മുടെ യൂത്ത് ഫോറത്തിന്റെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് സ്വാഗതം ആശംസിച്ചത് യൂത്ത് ഫോറത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ അൻസാർക്കയാണ്. അപ്പൊ അൻസാർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്വാഗതം പറയാൻ ഏറ്റവും അലിക്കാക്കുമായിരുന്നു, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു മത്സരത്തിന് ഉടനീളം എല്ലാ റൗണ്ടുകളിലും അലിക്കാക്കുവിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അലിക്കാക്കുവിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള മനീഷ് ഏട്ടനായിരുന്നു. മനീഷ് ഏട്ടന്റെ സാന്നിധ്യം തന്നെയാണ് ശരിക്കും ഈ ഒരു മത്സരത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ പകിട്ട് നൽകിയത്. അപ്പോൾ യൂത്ത് ഫോറത്തിന്റെ പ്രത്യേക നന്ദി അദ്ദേഹത്തിന് നേരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നന്ദി അർഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കാണ്. 21 പേർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ അതിൽ ഇന്ന് എത്തിയിട്ടുള്ള ടോപ്പ് ഫൈനൽസ് 8 പേർക്കും നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അപ്പൊ നിങ്ങൾ എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ടോപ്പ് എത്തിയിട്ടുള്ള 3 പേരുണ്ട്, നൗഷാദിക്ക, അതുപോലെ തന്നെ ജോസി സാർ, പിന്നെ ഫായിസ്. 3 പേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ ഈ മത്സരം വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ യൂത്ത് ഫോറത്തിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ യോഗം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ഫോറത്തിന്റെ ഹോൾ ടീമുണ്ട്, അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഹോൾ ടീമുണ്ട് എപ്പോഴും, പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ സഹഭാരവാഹികൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു അല്ലേ? ഓക്കെ, പക്ഷെ റെക്കോർഡ് ഓഫ് ആക്കാവേ.